അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, 2ാം ക്ലാസ്സിലെ ഉലൂമുദ്ദീനിലെ 19ാമത്തെ പാഠം ബാബുൽ ജന്ന. 3 ചങ്ങാതിമാർ യാത്ര ചെയ്യുകയായിരുന്നു. രാത്രിയായി. അവർ ഒരു ഗുഹയിൽ കയറി താമസിച്ചു. കഷ്ടം! മലയുടെ മുകളിൽ നിന്ന് വലിയ ഒരു പാറ ഉരുണ്ടുവന്ന് അവരുടെ ഗുഹാമുഖം അടച്ചു കളഞ്ഞു. അങ്ങനെ അവർ അതിനുള്ളിൽ കുടുങ്ങി. അവർ പരസ്പരം ചോദിച്ചു, നാം ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? നാം ഓരോരുത്തരും മുമ്പ് ചെയ്ത സൽക്കർമ്മങ്ങൾ മുൻനിർത്തി അല്ലാഹു തആലയോട് പ്രാർത്ഥിക്കാം. അവൻ നമ്മെ രക്ഷപ്പെടുത്തും. അവർ പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. ഒരാൾ ദുആ ചെയ്തു, അല്ലാഹുവേ, എനിക്ക് വയസ്സായ ഉമ്മയും ബാപ്പയും ഉണ്ടായിരുന്നു. അവർക്ക് ഭക്ഷണം നൽകാതെ ഞാൻ ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നില്ല. എൻ്റെ കുടുംബത്തിനും ഭക്ഷണം നൽകാറുണ്ടായിരുന്നില്ല. ഒരു ദിവസം വളരെ വൈകിയാണ് ഞാൻ വീട്ടിലെത്തിയത്. അപ്പോഴേക്കും ഉമ്മയും ബാപ്പയും ഉറങ്ങിപ്പോയിരുന്നു. അദബുകേടാണെന്ന് കരുതി ഞാൻ അവരെ ഉണർത്തിയില്ല. ഞാൻ പാൽ കുടിച്ചില്ല, കുടുംബത്തിന് കൊടുത്തതുമില്ല. അങ്ങനെ പാൽ പാത്രവുമായി ഞാൻ ഉറങ്ങാതെ കാത്തിരുന്നു. പ്രഭാതമായപ്പോഴാണ് അവർ ഉണർന്നത്. അവർ പാൽ കുടിച്ചതിനു ശേഷമാണ് ഞാനും കുടുംബവും കുടിച്ചത്. അല്ലാഹുവേ, നിൻ്റെ തൃപ്തി ആഗ്രഹിച്ചാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഈ സൽക്കർമ്മം കാരണമായി ഈ പാറയെ ഗുഹാമുഖത്തുനിന്ന് നീ നീക്കിത്തരണമേ. അത്ഭുതം! പാറ അല്പം നീങ്ങി. അതുപോലെ 2ാമനും 3ാമനും അവർ ചെയ്ത സൽക്കർമ്മങ്ങൾ പറഞ്ഞു അല്ലാഹു തആലയോട് പ്രാർത്ഥിച്ചു. പാറ പൂർണ്ണമായും ഗുഹാമുഖത്തു നിന്ന് നീങ്ങി. അവർ രക്ഷപ്പെട്ടു. ചരിത്രം പറഞ്ഞ ശേഷം ഉസ്താദ് തുടർന്നു, മാതാപിതാക്കളെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നത് അല്ലാഹു തആലക്ക് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് നാം അവരെ സ്നേഹിക്കുകയും അനുസരിക്കുകയും വേണം. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറ. റബ്ബേ, ചെറുപ്പത്തിൽ അവർ എന്നെ വളർത്തിയതു കാരണമായി അവർ 2 പേർക്കും നീ കാരുണ്യം ചൊരിയണമേ. ആമീൻ. അൽ വാലിദാനി ബാബൽ ജന്ന. മാതാപിതാക്കൾ സ്വർഗത്തിൻ്റെ 2 വാതിലുകളാണ്. ഇനി അതിൻ്റെ വർക്ക് ബുക്ക് നമുക്ക് നോക്കാം. അദ്ദർസു താസി അശറ, ബാബൽ ജന്ന. 1ാമത് കാണാം നുഹല്ലിസ്, ചുരുക്കി എഴുതുക. ചരിത്രം ചുരുക്കി എഴുതുക. ഗുഹയിൽ നിന്ന് രക്ഷപ്പെട്ട ചങ്ങാതിമാർ. 3 ചങ്ങാതിമാർ യാത്ര ചെയ്യുകയായിരുന്നു. രാത്രിയായി. അവർ ഒരു ഗുഹയിൽ കയറി താമസിച്ചു. കഷ്ടം! മലയുടെ മുകളിൽ നിന്ന് വലിയ ഒരു പാറ ഉരുണ്ടുവന്ന് അവരുടെ ഗുഹാമുഖം അടച്ചു കളഞ്ഞു. അങ്ങനെ അവർ അതിനുള്ളിൽ കുടുങ്ങി. അവർ പരസ്പരം ചോദിച്ചു, നാം ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? നാം ഓരോരുത്തരും മുമ്പ് ചെയ്ത സൽക്കർമ്മങ്ങൾ മുൻനിർത്തി അല്ലാഹു തആലയോട് പ്രാർത്ഥിക്കാം. അവൻ നമ്മെ രക്ഷപ്പെടുത്തും. അവർ പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. ഒരാൾ ദുആ ചെയ്തു, അല്ലാഹുവേ, എനിക്ക് വയസ്സായ ഉമ്മയും ബാപ്പയും ഉണ്ടായിരുന്നു. അവർക്ക് ഭക്ഷണം നൽകാതെ ഞാൻ ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നില്ല. എൻ്റെ കുടുംബത്തിനും ഭക്ഷണം നൽകാറുണ്ടായിരുന്നില്ല. ഒരു ദിവസം വളരെ വൈകിയാണ് ഞാൻ വീട്ടിലെത്തിയത്. അപ്പോഴേക്കും ഉമ്മയും ബാപ്പയും ഉറങ്ങിപ്പോയിരുന്നു. അദബുകേടാണെന്ന് കരുതി ഞാൻ അവരെ ഉണർത്തിയില്ല. ഞാൻ പാൽ കുടിച്ചില്ല, കുടുംബത്തിന് കൊടുത്തതുമില്ല. അങ്ങനെ പാൽപാത്രവുമായി ഞാൻ ഉറങ്ങാതെ കാത്തിരുന്നു. പ്രഭാതമടുത്തപ്പോഴാണ് അവർ ഉണർന്നത്. അവർ പാൽ കുടിച്ചതിനു ശേഷമാണ് ഞാനും കുടുംബവും കുടിച്ചത്. അല്ലാഹുവേ, നിൻ്റെ തൃപ്തി ആഗ്രഹിച്ചാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഈ സൽക്കർമ്മം കാരണമായി ഈ പാറയെ ഗുഹാമുഖത്തു നിന്ന് നീക്കി തരണമേ. അത്ഭുതം! പാറ അല്പം നീങ്ങി. അതുപോലെ 2ാമനും 3ാമനും അവർ ചെയ്ത സൽക്കർമ്മങ്ങൾ പറഞ്ഞ് അല്ലാഹു തആലയോട് പ്രാർത്ഥിച്ചു. പാറ പൂർണ്ണമായും ഗുഹാമുഖത്ത് നീങ്ങി. അവർ രക്ഷപ്പെട്ടു. ഇനി 2ാമത്തത് കാണാം. നുജീബ്, ഉത്തരം എഴുതുക. 1. എത്ര പേരാണ് യാത്രയിലുണ്ടായിരുന്നത്? ഉത്തരം 3. 2. അവർ എപ്പോഴാണ് ഗുഹയിൽ കയറിയത്? രാത്രി. 3. ഗുഹാമുഖം അടഞ്ഞത് എങ്ങനെ? മലയുടെ മുകളിൽ നിന്ന് വലിയ ഒരു പാറ ഉരുണ്ടുവന്ന് അവരുടെ ഗുഹാമുഖം അടച്ചു കളഞ്ഞു.
4. രക്ഷപ്പെടാൻ അവർ എന്തു ചെയ്തു? ഓരോരുത്തരും മുൻപ് ചെയ്ത സൽക്കർമ്മങ്ങൾ മുൻനിർത്തി അള്ളാഹു താലയോട് പ്രാർത്ഥിച്ചു. 5. ഒന്നാമൻ ചെയ്ത സൽക്കർമ്മം എന്തായിരുന്നു? ഉത്തരം: അള്ളാഹുവേ, എനിക്ക് വയസ്സായ ഉമ്മയും ഉപ്പയും ബാപ്പയും ഉണ്ടായിരുന്നു. അവർക്ക് ഭക്ഷണം നൽകാതെ ഞാൻ ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നില്ല. എൻ്റെ കുടുംബത്തിനും ഭക്ഷണം നൽകാറുണ്ടായിരുന്നില്ല. ഒരു ദിവസം വളരെ വൈകിയാണ് ഞാൻ വീട്ടിലെത്തിയത്. അപ്പോഴേക്കും ഉമ്മയും ബാപ്പയും ഉറങ്ങിപ്പോയിരുന്നു. അതപുകേടാണെന്ന് കരുതി ഞാൻ അവരെ ഉണർത്തിയില്ല. ഞാൻ പാൽ കുടിച്ചില്ല, കുടുംബത്തിന് കൊടുത്തതുമില്ല. അങ്ങനെ പാൽ പാത്രവുമായി ഞാൻ ഉറങ്ങാതെ കാത്തിരുന്നു. പ്രഭാതമായപ്പോഴാണ് അവർ ഉണർന്നത്. അവർ പാൽ കുടിച്ചതിനു ശേഷമാണ് ഞാനും കുടുംബവും കുടിച്ചത്. അള്ളാഹുവേ, നിൻ്റെ തൃപ്തി ആഗ്രഹിച്ചാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഈ സൽക്കർമ്മം കാരണമായി ഈ പാറയെ ഗുഹാമുഖത്തു നിന്ന് നീ നീക്കിത്തരേണമേ. അത്ഭുതം, പാറ അല്പം നീങ്ങി. ഇനി 6ാമത്തെ ചോദ്യം: മാതാപിതാക്കൾക്ക് വേണ്ടി നാം എന്തെല്ലാം ചെയ്യണം? മാതാപിതാക്കളെ സ്നേഹിക്കുകയും ആദരിക്കുകയും അനുസരിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. 7. ഈ ചരിത്രത്തിൽ നിന്ന് ലഭിക്കുന്ന ഗുണപാഠം എന്ത്? ആപത്ത് ഘട്ടങ്ങളിൽ നാം ചെയ്ത സൽക്കർമ്മങ്ങൾ മുൻനിർത്തി ദുആ ചെയ്താൽ ഉത്തരം ലഭിക്കും. ഇനി 4ാമത്തെ വർക്ക് നുൻഷിയുൽ ജുംല ഉണ്ടാക്കുക. 1. പ്രഭാതമായപ്പോഴാണ് അവർ ഉണർന്നത്. പിന്നെ പാറ പൂർണ്ണമായും ഗുഹാമുഖത്തു നിന്ന് നീങ്ങി. രണ്ടാമനും മൂന്നാമനും അവർ ചെയ്ത സൽക്കർമ്മങ്ങൾ പറഞ്ഞു. കാത്തിരുന്നു. പാൽപാത്രവുമായി ഞാൻ ഉറങ്ങാതെ കാത്തിരുന്നു. അവർ രക്ഷപ്പെട്ടു. ഇനി 5ാമത്തെ നുൻഷിയുൽ കലിമാത്ത്, വാക്കുണ്ടാക്കുക. ഗുഹാമുഖം, പരസ്പരം, പ്രാർത്ഥിക്കാം, ബാപ്പ, ആഗ്രഹം, തൃപ്തി. ഇനി രണ്ടാമൻ, രക്ഷപ്പെട്ടു. ഇനി 4ാമത്തെ വർക്ക് നഖറൗ തഅഖുദ വനൻസഖ്, അവിടെ അതേപോലെ വായിച്ചെഴുതുക. ഞാൻ എൻ്റെ ഉമ്മയെ സ്നേഹിക്കും, ഞാൻ എൻ്റെ ഉപ്പയെ സ്നേഹിക്കും, ഞാൻ എൻ്റെ ഉമ്മയെ ബഹുമാനിക്കും, ഞാൻ എൻ്റെ ഉപ്പയെ ബഹുമാനിക്കും, ഞാൻ എൻ്റെ ഉമ്മയെ അനുസരിക്കും, ഞാൻ എൻ്റെ ഉപ്പയെ അനുസരിക്കും, ഞാൻ എൻ്റെ ഉമ്മയെ വെറുപ്പിക്കുകയില്ല, ഞാൻ എൻ്റെ ഉപ്പയെ വെറുപ്പിക്കുകയില്ല, ഞാൻ എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. ഇനി 7ാമത്തെ വർക്ക് കാണാം. നഖറൗ വനുൻഷി, വായിക്കെഴുതുക. വാലിദുൻ വാലിദാനി, ഉസ്താദുൻ ഉസ്താദാനി, ഖലമുൻ ഖലമാനി, റജുലുൻ റജുലാനി, മദ്രസത്തുൻ മദ്രസത്താനി, ത്വാലിബത്തുൻ ത്വാലിബത്താനി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.